മാനസികമായും ശാരീരികമായും അടുക്കാനുള്ള വലിയ മാർഗമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ധാരാളം ആളുകളുണ്ട്. ദുആ ഇരക്കാൻ നാം അർഹതപ്പെട്ട ആളുകളുണ്ട്. എല്ലാവർക്കും ഈ സദസ്സിൻ്റെ ബറക്കത്തുകൾ അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഒരു വലിയ പ്രഭാഷണത്തിൻ്റെ സമയമല്ല. ദുആഉം തബറുക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ നല്ല സമയം ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് സ്നേഹം എന്നത്. തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണത്. ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധം തിരിച്ചു നൽകപ്പെടുന്ന, ഒരിക്കലും സന്ദേഹമില്ലാത്ത രീതിയിലുള്ള സ്നേഹമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് ഒരിക്കലും ഒരു നഷ്ടം സംഭവിക്കുകയില്ല. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും അധികം ഫലപ്രാപ്തിയുള്ള സ്നേഹം അതാണ്. അള്ളാഹുവെ സ്നേഹിക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അവിടുത്തെ സ്നേഹിക്കാതെ അള്ളാഹുവിൻ്റെ സ്നേഹം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാതെ അള്ളാഹുവിനുള്ള അനുസരണം സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകൾ പരസ്പര പൂരകങ്ങളായി അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചപ്പോൾ അതിൽ മഹാനവർകൾ എണ്ണിയ ഒരായത്താണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറയുന്നിടത്ത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കണം. എന്നെ മാത്രം അനുസരിച്ചാൽ പോരാ. അനുസരണം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ 2 തലങ്ങളും മേളിക്കണം. അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഫർളിനെയും സുന്നത്തിനെയും ഒരുപോലെ കൊണ്ടു നടക്കാനുള്ള കഴിവ് നമ്മൾ ആർജിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഫർളുകൾ മാത്രം ചെയ്ത് സുന്നത്തുകളോടൊരു വിമുഖത മുഹിബ്ബീങ്ങളായ നമുക്ക് പാടില്ല. സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിൻ്റെ, ഇഷ്ടത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്. ആ സുന്നത്തുകൾ അങ്ങനെ നിർവഹിക്കുമ്പോൾ അവിടുത്തെയോടുള്ള വലിയ ഹുബ്ബ് നമ്മുടെ ഖൽബിൻ്റെ അടിത്തട്ടിൽ അല്ലാഹു തആല അടിയുറപ്പിച്ചു നിർത്തും. മാറ്റം വരാത്ത രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന എല്ലാ സുന്നത്തുകളിലും നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. അങ്ങനെ മഹബ്ബത്ത് വെച്ച് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ പഠനകാലത്ത് തന്നെ ആ മഹബ്ബത്തിൻ്റെ വലിയ മധുരം ആസ്വദിച്ച എത്രയോ മഹാരഥന്മാരുണ്ട്. കൂട്ടത്തിൽ വലിയൊരു മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട സഅദുദ്ദീനു തഫ്താസാനി റളിയല്ലാഹു അൻഹു. മുതഅല്ലിമുകൾക്കും ഉലമാക്കൾക്കൊക്കെ അറിയും. ഞാൻ ആ ചരിത്രത്താളുകളിലേക്ക് കടക്കുകയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അറിവ് പഠിക്കുക എന്നുള്ളത്. അതിലപ്പുറം തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. അത് മുതഅല്ലിമുകൾക്ക് മാത്രമല്ല, എല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് അധികം ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ഒരേ ഒരു വിഷയം റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് നീ ഇൽമു കൂടുതലാക്കി തരണം. ആ വിശാലമായ ലോകം ഇനിയും ഇനിയും അല്ലാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് നീ ഏറ്റിത്തരണം. അതങ്ങനെ പഠിച്ച് ജീവിതത്തിൽ അങ്ങനെ പ്രാവർത്തികമാക്കിയപ്പോൾ പഠനരംഗത്ത് വന്ന വലിയ പ്രതിസന്ധികൾ മുഴുവനും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരണം ചെയ്തു കൊടുത്തു, മാറ്റിക്കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
മഹബത്ത് വച്ചാൽ ആ മഹബത്ത് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും തിരിച്ചു നൽകപ്പെടുമെന്ന് ഉറപ്പുള്ള മഹബത്താണ്. ഒരു സന്ദേഹവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹം കടുത്ത സ്നേഹമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ സ്നേഹമാണ് മഹാനവറുകളുടെ മനസ്സിൽ. സ്വന്തം ശരീരം മറന്നിട്ടുള്ളൊരു സ്നേഹമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഗാർ സൗറിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നബിയെ തങ്ങൾ പ്രവേശിക്കരുത്, ഞാൻ അങ്ങോട്ട് പ്രവേശിച്ച ശേഷം തങ്ങളെ വിളിക്കാം. ഏതെങ്കിലും ഒരു ഇഴജന്തു അവിടെ കടിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ശരീരത്തിലേക്ക് ആയിക്കോട്ടെ, എന്നാലും തങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഒന്ന് കുത്തി നോവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. എൻ്റെ ശരീരത്തിലേക്കാണ് അവിടെയുള്ള ഒരു ഹിംസ്ര ജന്തു കടിക്കുന്നതെങ്കിൽ എനിക്കത് പ്രശ്നമില്ല. പക്ഷേ അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു ഉറുമ്പ് വന്ന് സ്പർശിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് പ്രവേശിച്ച് എല്ലാ ഭാഗങ്ങളും വൃത്തിയായി പൂരിപ്പിച്ച ശേഷം മഹാനവറുകൾ നോക്കുമ്പോൾ ഇനിയും പല ഭാഗങ്ങളും പൂരിപ്പിക്കാനുണ്ട്. ചെറിയ ചെറിയ ദ്വാരങ്ങൾ കാണുന്നു. ആ മാളങ്ങളിലേക്ക് മുഴുവനും ഭദ്രമായി അടക്കാൻ അവിടുത്തെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറി. വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം, മുട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ കീറി കഷ്ണം കഷ്ണമാക്കിയത് മാളങ്ങളിലേക്ക് തിരികെ വെച്ച് അതിലേക്ക് മണ്ണും കല്ലും നിറച്ച് വെച്ച് അവസാനം ഇനി തുണിക്കഷ്ണങ്ങൾ തികയാതെ വന്നപ്പോൾ ബാക്കി വന്ന ഒരു മാളമുണ്ട്, ഒരു ചെറിയ പഴുതുണ്ട്. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഒരു പക്ഷേ ഈ ബാക്കി നിൽക്കുന്ന മാളത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് വന്നാൽ ഞാൻ ഈ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുന്നത് വെറുതെയായി പോകും. എൻ്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചാൽ എനിക്കത് വിരോധമില്ല, എന്നാലും തങ്ങളെ ശരീരത്തിലേക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. കാലവിടെ അമർത്തി വെച്ചുകൊണ്ട് തങ്ങളെ ക്ഷണിക്കുന്നു. ഗാർ സൗറിലേക്ക് പോകുന്ന ആളുകൾക്കറിയാം, ഹിറാ ഗുഹ പോലെയല്ല ഗാർ സൗർ. ഉള്ളിലേക്ക് ചെന്നെത്താൻ ചെറിയ പ്രയാസങ്ങൾ തരണം ചെയ്യണം. ഹിറാ ഗുഹ എന്ന് പറയുന്നത് 4 കല്ലിൻ്റെ ഇടയിലുള്ള ചെറിയൊരു സ്ഥലമാണ്. 2 സ്ഥലങ്ങളും മാറ്റം സംഭവിക്കാത്ത രീതിയിൽ ഇന്നും അവിടെയുണ്ട്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആഇന് ഉത്തരം ലഭിക്കുന്ന പുണ്യസ്ഥലങ്ങളിൽ മഹാന്മാർ കണക്കാക്കിയ എണ്ണി രേഖപ്പെടുത്തിയ സ്ഥലങ്ങളാണിത് രണ്ടും. ഇരിക്കട്ടെ, സൗർ ഗുഹയുടെ ഉള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് കൊടുക്കുന്നു. തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മടിയിൽ തലവെച്ചൊന്ന് വിശ്രമിക്കുന്നു. പുറത്ത് നല്ല ചൂടാണ്, പക്ഷേ ഉള്ളിലേക്ക് അല്ലാഹു തആല നല്ല തണുപ്പ് നൽകിയിട്ടുണ്ട്. കാലെടുക്കാതെ കാലങ്ങനെ അമർത്തി വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കുന്നില്ല. നല്ല ഒരു വിഷസർപ്പം ഉള്ളിൽ നിന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലെടുക്കാതെ മഹാനവറുകൾ വീണ്ടും അങ്ങനെ ശക്തമായി പിടിച്ചു. ആഞ്ഞു കൊത്തിയപ്പോൾ വിഷാംശങ്ങൾ ഉള്ളിലേക്ക് അങ്ങനെ പതിയെ പതിയെ കയറി വന്നു. സഹനം മഹാനവറുകൾ പിടിച്ച് സഹിച്ചു നിന്നെങ്കിലും വേദന അങ്ങേ അറ്റത്തെത്തിയപ്പോൾ അറിയാതൊരിറ്റ് കണ്ണുനീർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തൂറ്റി. എഴുന്നേറ്റ് നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീർ കണമാണ്. ചോദിച്ചു, എന്ത് സംഭവിച്ചു? ഒന്നുമല്ല നബിയെ, ഈ മാളം അടക്കാൻ എൻ്റെ കയ്യിൽ തുണിയില്ല. ഇനി എൻ്റെ ശരീരത്തിലുള്ള വസ്ത്രം ഞാനൊന്ന് മുറിച്ചു മാറ്റിയാൽ അതങ്ങേക്ക് ഇഷ്ടമാവുകയില്ല. കാരണം ഔറത്ത് മറക്കുന്ന ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ തായോട്ടുള്ളത് മുഴുവനും ഞാൻ മുറിച്ചിട്ടുണ്ട്. ശേഷിച്ച ഒരു മാളമാണ് ഞാൻ ഇങ്ങനെ അമർത്തി ചവിട്ടി പിടിച്ചത്. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സർപ്പം എന്നെ കൊത്തി സഹിച്ചപ്പോൾ സഹി കെട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞുപോയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉമിനീര് പുരട്ടിക്കൊടുത്തു. വലിയ ശിഫാ ഉടനെ തന്നെ കിട്ടി. അപ്പോഴാണ് മഹബത്തിൻ്റെ മറ്റൊരു വാചകം കൂടി കേൾക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതുപോലെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പാമ്പ് സംസാരിക്കുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ താമസമാക്കിയിട്ടുണ്ട്. ലിമ ഹജബ്തനീ, നിങ്ങൾ എന്തിനാണ് എന്നെ തടഞ്ഞത്? ഞാൻ ഇതുവഴി ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് മൺതരികൾ വാസനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ എന്തിനാണ് എന്നെ തടഞ്ഞത്? അതുകൊണ്ടാണ് ആ മുഖമൊന്നു കാണാൻ ഒളിഞ്ഞിരിക്കുന്ന എൻ്റെ അനുരാഗം നടക്കട്ടെ എന്ന് കരുതി ഞാനൊന്ന് കുത്തിയത്. ഇതൊരിക്കലും കുത്താൻ പറ്റുന്ന കാലല്ല, കൊത്തി വലിക്കേണ്ട കാലല്ല, പരിശുദ്ധമായ കാലാണ്. ഈ കാൽപാദത്തിന് വലിയ ബഹുമാനമുണ്ടെന്ന് എനിക്കറിയാം. അതിനേക്കാൾ അപ്പുറമാണ് എൻ്റെ മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്ന ഷൗക്ക്, അനുരാഗം. ആ അനുരാഗം തികട്ടി തികട്ടി വന്നപ്പോൾ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടൊന്ന് കൊത്തിയതാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് താമസമാക്കിയ പാമ്പ് ആഗ്രഹിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോട്ടം കാണലാണ്. സഹോദരങ്ങളെ, നമുക്കും ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. ബുശ്റാലി ഉമ്മത്തിഹി ബിറുയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. അവിടുത്തെ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ സന്തോഷം തിരുമുഖമൊന്ന് ദർശിക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് പറ്റുന്ന തരത്തിലേക്ക് അല്ലാഹു നമ്മെ ഉയർത്തി തരട്ടെ. ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഭാഗ്യം ഇതാണ്. അവിടുത്തെ കാണാനുള്ളൊരു തൗഫീഖ്, ഇത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അതിനാണ് നമ്മുടെ ഈ മദ്ഹിന്റെ സദസ്സുകളിലൊക്കെ സംബന്ധിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നും വെറുതെ ആവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദമ്യമായി സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തങ്ങളെ വഫാത്തിന് ശേഷവും ആ മഹബത്ത് തിരിച്ചു കിട്ടി. ജീവിതകാലത്ത് എത്രയോ തവണ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 1, 2, 10, 100 തവണയല്ല. ഞാനത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. മഹബത്ത് കൊണ്ട് സിദ്ദീഖ് തങ്ങൾക്ക് വേറെ തന്നെ സ്ഥാനം കിട്ടി. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ സിദ്ദീഖ് തങ്ങളെ, നിങ്ങളെപ്പറ്റി അള്ളാഹു പറഞ്ഞ ഒരു വാക്ക് ഞങ്ങളെപ്പറ്റി ആരെപ്പറ്റിയും അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെപ്പറ്റി പറഞ്ഞത്? ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് നിങ്ങളെയാണ്. തങ്ങളുടെ സഹവാസി എന്ന പേര് അള്ളാഹു നൽകിയത് നിങ്ങൾക്കാണ്. ആ പേരിനി മാറ്റുകയില്ല. ദുനിയാവിലും നിങ്ങൾ അവിടുത്തെ സ്വാഹിബാണ്, ആഖിറത്തിലും അവിടുത്തെ സ്വാഹിബാണ്. ആ സഹവാസം കൊണ്ട് വലിയ മഹത്വമാണ് കിട്ടിയത്. തങ്ങളോടൊപ്പം ഹിജ്റ പോകാൻ പലരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ചാൻസ് വന്ന് വീണത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. കാരണം അവിടുന്നാണ് സ്വാഹിബ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനല്ലേ അവിടുത്തെ ഹയാത്ത് കാലത്ത് തങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് നിൽക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയത്. തങ്ങൾ ഇരുന്നേടത്തിരിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തത്. കൂട്ടത്തിൽ അള്ളാഹു ഒന്ന് പറഞ്ഞു, ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം നമുക്കുണ്ട്. പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഒരൊറ്റ ശത്രുവും മാളത്തിലേക്ക് ഒളിഞ്ഞു നോക്കുകയില്ല. ഈ മാളത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നമ്മെ ആരും അറിയുകയില്ല. ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ സഹായം നമുക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് ഞാൻ ഉണ്ടായില്ലല്ലോ കൂടെ. വല്ലാത്ത ഒരു വാക്കാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്. അള്ളാഹുവിൻ്റെ ആ ഒരു മഊനത്തുൽ ഖാസ്സ, ഒരു പ്രത്യേക സഹായം മഹബത്ത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്കാണ് നൽകിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മഹബത്ത് എത്രമാത്രം വലുതാണ്. ആ കടുത്ത മഹബത്ത് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാ സ്നേഹ ബഹുമാനങ്ങളും നൽകിയിട്ടുണ്ട്.
വിശുദ്ധ ഖുർആൻ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി മറ്റൊരു സ്ഥലത്ത് പരിചയപ്പെടുത്തിയതും വസയുജന്നബുഹൽ അത്ഖല്ലദീ യുഅ്തി മാലഹു യതസക്കാ, ആ നരകത്തിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കും അൽ അത്ഖാ, വിശുദ്ധനായ വ്യക്തി, തഖ്വയുള്ള വ്യക്തി മാറി നിൽക്കും. ആ തഖ്വയുള്ള വ്യക്തിയുടെ ലക്ഷണം എന്താണ്? യുഅ്തി മാലഹു യതസക്കാ, സമ്പത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിന് വിനിയോഗിക്കും. അതേതാ സന്ദർഭം? സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നൊരു സ്വഹാബി. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സങ്കടം തന്നെയാണ്. കാരണം മദീനത്തെ പള്ളിയിൽ ഇൽമിന്റെ വലിയ വിതരണം, അതിൻ്റെ പ്രസരണം നടക്കുന്ന സമയമാണ് സുബ്ഹി നിസ്കാരാനന്തരം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സ്വഹാബത്തൊക്കെ വെള്ളം കൊണ്ട് വന്ന് വെക്കുന്ന നേരമാണ് സുബ്ഹിന്റെ നേരം. തങ്ങൾ വിരി നീക്കി ഇറങ്ങുന്നിടത്ത് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. നമ്മളെ നാട്ടിലൊക്കെ റാത്തീബിന് ഇപ്പോഴും വെള്ളം വെക്കൂലേ അല്ലേ? ഹൽക്കയിൽ, റാത്തീബിലും കുത്തുബിയത്തിലൊക്കെ. ഇവിടെ ഒന്നുമില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. വെള്ളം ഇങ്ങനെ പാത്രത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഓരോ ദിവസവും സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ, സുബഹിക്ക് പള്ളിയിലേക്ക് അവർ വരിക എന്ന് പറഞ്ഞാൽ വാങ്കൊടുക്കുന്നതിന് മുമ്പാണ് എത്തുക, വാങ്കൊടുത്ത ശേഷമല്ല, മുമ്പ്. അതൊക്കെ ആഗ്രഹിച്ച് വരികയാണ്. ഈ പാത്രത്തിലൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ വിരലിട്ട് കൊടുക്കും. എല്ലാ പാത്രത്തിലും ഒന്നിങ്ങനെ ഇവിടുത്തെ ഷറഫാക്കപ്പെട്ട ബറക്കത്തുള്ള ആ ഒരു കരം, ഒരൊറ്റ വിരല്, അതിൻ്റെ ഒരു ചെറിയ ഒരു നനവ് ഇങ്ങനെ കിട്ടിയാൽ മതി. ആ ഒരു ബറക്കത്ത് വല്ലാത്ത ബറക്കത്തല്ലേ. കുട്ടിക്കാലത്ത് ആ ബറക്കത്ത് മനസ്സിലാക്കിയ ആളാണ് അബൂ ത്വാലിബ്. അതുകൊണ്ടാണ് അബൂ ത്വാലിബിന്റെ ഭാഗത്തുനിന്ന് നിഷേധിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. തങ്ങളെ നുബുവത്തിനെ നിഷേധിക്കുന്നൊരു വാക്കും അബൂ ത്വാലിബ് പറഞ്ഞിട്ടില്ല. കുട്ടിക്കാലത്ത് എങ്ങനെ ബറക്കത്ത് കണ്ടെന്നറിയോ? അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത ഘട്ടത്തിൽ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ഘട്ടമാണെന്ന്. പക്ഷെ അന്ന് ബറക്കത്ത് മനസ്സിലാക്കി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. അബൂ ത്വാലിബിന്റെ മക്കളൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയിട്ട് പറയാണ്, വിശപ്പുണ്ട്, ഇനിയും ഭക്ഷണം വേണം. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. അബൂ ത്വാലിബ് മനസ്സിലാക്കി അവർക്ക് വിശപ്പ് വരാനുള്ള കാരണം കൂട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഭക്ഷണം പാചകം ചെയ്തപ്പോൾ മക്കൾ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ തുടരുത് എന്ന് പറഞ്ഞു, ആരും കഴിക്കല്ല എന്ന് പറഞ്ഞു, എല്ലാവരോടും വിട്ടു നിൽക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുടങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ തങ്ങളെ കൂട്ടത്തിൽ ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷിക്കുന്ന രണ്ട് ഘട്ടത്തിലും മക്കൾ പറയുന്നു, ശബഅന, ഞങ്ങൾക്ക് പള്ള നിറഞ്ഞു. അതിനു മുമ്പ് അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് മതിയായിട്ടില്ല എന്നാണ്. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തൊടുമ്പോഴേക്ക് കിട്ടുന്ന ബറക്കത്ത് ചെറുതല്ല. നിങ്ങൾ നോക്ക്, വെള്ളത്തിൽ ഇങ്ങനെ കൈവിരലിട്ട് കൊടുക്കുന്നു. ഓരോ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് പാത്രം കൊണ്ടുവരുമ്പോൾ, സുബഹി നിസ്കാരത്തിന് പലതും ഉദ്ദേശിച്ചാണ് സ്വഹാബത്ത് വരുന്നത്. കൂട്ടത്തിൽ ഒന്നാണത്. മറ്റൊന്ന് ഇൽമാണ്, അതിനാണ് വലിയ ദാഹം. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഹാബി, അൻസാരിയായ സ്വഹാബി ചോദിച്ചു, നിങ്ങളെന്തിനാ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു? ഒന്നിനല്ല നബിയേ, ഞാൻ ഇന്നലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ക്ലാസ് ദർസൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ വീട്ടിലിൻ്റെ ചെറിയൊരു കുട്ടി, ഏറ്റവും ചെറിയ കുട്ടി, ആ കുട്ടി ഇങ്ങനെ നിരങ്ങി മുന്നിലേക്ക് വന്ന് കതക് തുറന്ന് എൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അയൽവാസിയുടെ ഈത്തപ്പഴ മരമുണ്ട്, അതിൽ നിന്ന് കാറ്റുകൊണ്ട് വീണ ഈത്തപ്പഴം ആ കുട്ടിയെടുത്ത് ചെറിയ ചെറിയ കാരക്കകളുടെ ചുളകളൊക്കെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് ഇന്നലെ ഞാൻ കണ്ടത്. വളരെ പ്രയാസപ്പെട്ട് എൻ്റെ ചെറിയ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഓരോന്നും പുറത്തെടുത്ത് ഞാൻ കുട്ടിയെ അകത്ത് കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ കാരക്ക ഈത്തപ്പഴം കിട്ടാത്തതിൻ്റെ പേരിൽ കുഞ്ഞ് കരഞ്ഞു. എന്നാലും നബിയെ എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നിഷിദ്ധമായ സമ്മതമില്ലാത്ത ഒരു സമ്പത്തും കടക്കരുത് എന്ന നിർദ്ദേശം ബുദ്ധിയുള്ളത് കൊണ്ട്, ആ വലിയ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. ഇന്ന് ഞാൻ പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ ഇന്നലത്തെ അതേ അനുഭവം ഉണ്ടാകും. കതക് തുറക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ അവിടെ എത്താൻ വേണ്ടിയാണ് പോകുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയൽവാസിയോട് ഞാനൊന്ന് സംസാരിക്കാം, നിങ്ങൾ പോയിക്കോളൂ. അയൽവാസിയെ വിളിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു മരമുണ്ടല്ലോ, ഈ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന നല്ല ഒരു ഈത്തപ്പഴ മരം, ഏറ്റവും കൂടുതൽ കായ്ക്കനികൾ നിങ്ങളെ മരങ്ങളിൽ ഉള്ളത് ആ മരത്തിനല്ലേ? അത് നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് കൊടുക്കണം, വിൽക്കണം. 10 നാളെ സ്വർഗത്തിൽ തരാം. മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരു ഹസനത്ത് ചെയ്യുന്നതിന് 10 നന്മ അല്ലാഹു കണക്കാക്കുന്നത് ഇവിടെയുമുണ്ട്, ആഖിറത്തിലുമുണ്ട്. മൻജാ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ എന്ന ആയത്ത് വിശദീകരിച്ച് ഇമാം ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞു, 10 നന്മകൾ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവ് കൊണ്ടല്ലേ പറഞ്ഞത്, ആഖിറത്തിൽ 10 തരാം സ്വർഗത്തിൽ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വർഗത്തിൽ കടക്കും എന്ന് ഉറപ്പാണ്, ഈമാനോടെ മരിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. അല്ലാതെ മരം മാത്രം സ്വർഗത്തിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? ആള് ഈമാനോടെ മൗത്താകും എന്നൊരു സന്തോഷ വാർത്തയാണ്. പക്ഷേ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള നിഫാഖ് അപ്പോഴാണ് സ്വഹാബത്തിന് ബോധ്യമാകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവധിക്ക് കച്ചവടം ചെയ്യുന്ന ആളല്ല. ആഖിറത്തിലെന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷമുള്ളതല്ലേ, എത്ര കാലം കഴിയണം? എനിക്ക് റൊക്കമായിട്ട് 10 തരികയാണെങ്കിൽ ഞാൻ ആ ഒരു മരം തരാം. സ്വഹാബത്തൊക്കെ തലയിൽ കൈവച്ചു പോയി. നല്ലൊരു സുവർണാവസരം കിട്ടിയിട്ട് തിരുത്തപ്പെടാത്ത നാവല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട സ്വിദ്ഖിന്റെ ലിസാന് കൊണ്ടല്ലേ പറഞ്ഞത്. അതിൽ മാറ്റമില്ലല്ലോ. ഒരൊറ്റ മരമങ്ങ് കൊടുത്താൽ സ്വർഗത്തിലെത്താനുള്ള വലിയൊരു വഴിയാണ്. ഈമാനൊക്കെ നല്ല ഊർജം കിട്ടിയിട്ട് നല്ല സന്തോഷത്തോടെ പിരിഞ്ഞു പോകും എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. നിഫാഖിൻ്റെ അടയാളം ഇങ്ങ് വെളിവാക്കിയപ്പോ കേട്ടു നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ 10 സ്വർഗത്തിൽ എനിക്ക് തരുമോ? ഇദ്ദേഹത്തിന് വേണ്ട 10 എൻ്റെ തോട്ടത്തിൽ നിന്ന് ഞാനങ്ങ് കൊടുക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. അല്ലാഹു നൽകിയ സമ്പത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വ്യയം ചെയ്യുന്ന, ചെലവഴിക്കുന്ന ആ വലിയ സമ്പന്നനായ വ്യക്തി അത്ഖയാണ്, വലിയ പരിശുദ്ധിയുള്ള ആളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ശരി 10 നിങ്ങൾക്ക് തരാം. സിദ്ദീഖ് തങ്ങൾ ആ മനുഷ്യനെ വിളിക്കുന്നു, എൻ്റെ തോട്ടത്തിലേക്ക് വന്നോളൂ. നല്ല ഇലകളുള്ള, നല്ല ഇലച്ചു നിൽക്കുന്ന, കായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നമ്പർ ഇട്ടോളൂ. ഞാൻ പറയുന്നില്ല, നിങ്ങളങ്ങെടുത്തോളൂ 10. അദ്ദേഹം 10 മാർക്കിട്ട് തിരിച്ചു പോന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ മൂലം, തങ്ങളോടുള്ള വലിയ ഹുബ്ബ് കൊണ്ട് ജമാഅത്തിന് നേരത്തെ വരുന്ന അൻസാരിയായ സ്വഹാബിക്ക് വലിയ സന്തോഷമായി. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ട് കച്ചവടം? അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, നല്ല ലാഭമാണ്. 10 നമ്പർ ഇട്ടിട്ടാ ഞാൻ വരുന്നത്. ഇപ്പോഴുള്ളത് നമ്മുടെ മുറ്റത്തല്ലേ ഉള്ളത്, നാളെ മാറ്റി പറയണം ഞാനത് വിറ്റിട്ടില്ലാന്ന്. അപ്പം ആ 10 ഈ 1 11 കിട്ടുമല്ലോ എന്ന സംസാരത്തിലൂടെ മുഴുമിപ്പിച്ച് രാത്രി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ താൻ പറഞ്ഞ ആ മരം മുറ്റത്തില്ല. അത് നേരെ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് അൻസാരിയുടെ മുറ്റത്തേക്ക്. ജാഅത് ലിദഅവതിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും അൻസാരിയായ സ്വഹാബിയുടെ കറാമത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ഒക്കെ മേളിക്കുന്നതാണിത്. ഞാൻ ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹബത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ ഒരു മടിയും കാണിക്കാത്ത മഹാനുഭാവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്ത് മുഴുവനും തിരുവാതിൽക്കൽ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കർ ബിൽ ബാബി യാ റസൂലല്ലാഹ്,
മഹബത്ത് വച്ചാൽ ദുനിയാവിൽ മാത്രമല്ല മരണത്തിന്റെ ശേഷവും ആഖിറത്തിലും ഒക്കെ അതിന് പ്രതിഫലനമുണ്ട് എന്നതിന് വലിയൊരു തെളിവാണിത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാതിൽക്കലുണ്ട്, നബിയെ എന്തു ചെയ്യണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എൻ്റെ ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എന്നിലേക്ക് ചേർത്തിക്കടത്തൂ. സ്വഹാബത്ത്, ആയിരക്കണക്കിന് സ്വഹാബത്ത് കേൾക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയിൽ നിന്ന് വരുന്ന മറുപടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ തൊട്ട് മുമ്പ് ധാരാളം വസിയത്ത് നൽകിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, ഉമറേ, ഭരിക്കേണ്ടത് ഇങ്ങനെയാണ്, ഓരോ കാര്യവും നിങ്ങൾ സ്വീകരിക്കണം, രാവും പകലും അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒഴിവാക്കരുത്. രാത്രിയിലെ അമൽ ഒഴിവാക്കിയാൽ പകലിലുള്ളത് അല്ല സ്വീകരിക്കൂല, പകലിലുള്ള അമൽ ഒഴിവാക്കിയാൽ രാത്രിയുള്ളത് സ്വീകരിക്കൂല. കൂട്ടത്തിൽ പറഞ്ഞ വസിയത്തിൽ ഒന്നാണ് വഅന്നഹു ലാ യുഖ്ബലു നാഫിലത്തുൻ ഹത്താ തുഅദ്ദാ ഫരീളതുഹു. ഫർള് നിർവഹിക്കുന്നത് വരെ സുന്നത്തും സ്വീകരിക്കൂല. ഫർളിനോടൊപ്പം സുന്നത്ത് സ്വീകരിക്കണം, സ്വീകരിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും തുലാസിന് വലിയ കട്ടിയും കനവും തരുന്നത് ബിത്തിബാഇഹിമുൽ ഹഖ്ഖ ഫീ ദാരിദ് ദുനിയാ. ദുനിയാവിൽ ഓരോരുത്തരും അനുധാവനം ചെയ്യുന്ന സത്യത്തിന്റെ പിന്തുടർച്ചയുടെ കനം കൊണ്ടാണ്. സത്യത്തിന്റെ വാക്കിലും സത്യത്തിന്റെ ഭാഗത്തും സത്യത്തിന്റെ വിഷയത്തിലും എത്ര കണ്ട് മനസ്സിന്റെ ഉറപ്പോടെ നിൽക്കുന്നോ അത്ര കണ്ട് മീസാനിന് ഇങ്ങനെ കനം തൂടും. അതേ വഖിഫതിഹി അലൈഹിം, ആ ഹക്കിന്റെ കനത്തിന്റെ കുറവനുസരിച്ച് മീസാനിന്റെ കനവും കുറഞ്ഞു പോകും. ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അല്ലാഹുവിൻ്റെ ദീനിന്റെ മാർഗം സ്വഹാബത്തും താബീങ്ങളും മഹാന്മാരും പഠിപ്പിച്ച വഴിയിൽ നിന്ന് ലെവലേശം മാറിപ്പോകരുത്. ദുനിയാവ് എത്ര മുന്നിലേക്ക് വന്ന് നമ്മളെ മാടി വിളിച്ചാലും ദീന് പണയം വെച്ചിട്ട് ദുനിയാവിനെ സ്വീകരിക്കരുത്. ദുനിയാവ് പണയം വെച്ചിട്ട് ദീനിനെ സ്വീകരിക്കണം. അങ്ങനെയാകണം നമുക്ക് കട്ടിയും കനവും കൂടേണ്ടത്. ഹക്കിന്റെ പിന്തുടർച്ചയുടെ കട്ടി എത്രയാണോ അത്ര കണ്ടിട്ടാണ് മീസാൻ കനം തൂടുന്നത്. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം വഫാത്തിന്റെ സന്ദർഭം വരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. സുബ്ഹ് നിസ്കാരത്തിൽ കുത്തേറ്റിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നല്ലൊരു ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് വരികയാണ്. വന്നിട്ട് പറയുന്നു, ഉമർ തങ്ങളെ, നിങ്ങൾ എന്തിനു പേടിക്കാനാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് നിങ്ങൾ ജീവിച്ചു. തങ്ങൾ നിങ്ങളെ പിരിഞ്ഞപ്പോൾ വഹുവ അൻകറാദ്, നിങ്ങളെ പൊരുത്തപ്പെട്ടിട്ടല്ലേ തങ്ങൾ വഫാത്തായി പോയത്. ശേഷം 2 വർഷവും ചില്ലറ മാസവും സിദ്ദീഖ് തങ്ങളെ കാലത്തും ജീവിച്ചു. സിദ്ദീഖ് തങ്ങളും വേർപിരിയുമ്പോൾ വഹുവ അൻകറാദ്, നിങ്ങൾക്ക് പൊരുത്തം തന്നിട്ടല്ലേ വേർപിരിഞ്ഞു പോയത്, പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കാനാണ്? കുത്തേറ്റ് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ സന്തോഷങ്ങൾ പറഞ്ഞ് തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്ക് തലപൊക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും ഒന്ന് പതുക്കെ ഒന്ന് തലയിണയിൽ നിന്ന് പൊക്കി നോക്കിയിട്ട് ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയുന്നു, യാ ഗുലാം, മോനെ, ഇർഫഅ സൗബക, നിര്യാണിക്ക് താഴെപ്പോയ വസ്ത്രമൊന്ന് കയറ്റിയെടുക്കൂ മോനെ. ഫഇന്നഹു അത്ഖാ ലിറബ്ബിക വഅൻഖാ ലിസൗബിക, അത് നിന്റെ വസ്ത്രത്തിനുള്ള വലിയ വൃത്തിയും റബ്ബിനുള്ള വലിയ തഖ്വയുമാണ്. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളടക്കമുള്ളവർ തലയിൽ കൈവച്ചുപോയി. ഹക്കായ മാർഗത്തിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്കുള്ള അടിയുറച്ച നിലപാട് കണ്ടില്ലേ? സത്യത്തിൽ അതിനാണ് സ്വലാബത്തുദ്ദീൻ, ദീനിന്റെ സജീവത, ദീനിന്റെ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്. മരണത്തിന്റെ സമയത്ത് പോലും തന്നെ വന്ന് മദ്ഹ് പറഞ്ഞൊരനുയായി ആണെങ്കിലും ശരി, ഹക്കായ വിഷയത്തിന് മാറ്റമില്ല. അങ്ങനെ ജീവിച്ച ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവര് മീസാനിന്റെ കനം തൂക്കിയത് അങ്ങനെയാണ്. നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശങ്ങൾ മൊത്തം ഞാൻ വായിക്കുന്നില്ല. ബാത്തിലിനെ പിന്തുടരുമ്പോൾ മീസാനിന് കനം കുറയും. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഉമറേ, അല്ലാഹു തആല സ്വർഗ്ഗക്കാരെ പറ്റി പറഞ്ഞപ്പോ അവരേറ്റവും നല്ല അമലു അല്ലാഹു തആല പറഞ്ഞു. കൂട്ടത്തിൽ അവർ സയ്യാത്തൊക്കെ വിട്ടുകൊടുക്കുന്നത് അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്, സ്വർഗക്കാരോട് ചേരുമോ എന്നൊരു പേടി എനിക്കുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വിനയമാണ്. നിങ്ങൾ അല്ലാഹു തആലയോട് ദുആ ചെയ്യണം. നരകക്കാരിലേക്ക് എന്നെ ചേർക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി വെക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശമാണ്. എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിക്കേണ്ടത് എൻ്റെ ഭാര്യയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയാണ് എന്നെ കുളിപ്പിക്കേണ്ടത്. ആദ്യമായിട്ട് ഇസ്ലാമിൽ ഭർത്താവിൻ്റെ ജനാസ കുളിപ്പിച്ച ഭാര്യയാണ് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. അതിനു മുമ്പ് ആരും അങ്ങനെ കുളിപ്പിച്ചിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരത്തായി എന്നെ മറവ് ചെയ്യണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇദാ അനമിത്തു ഫജീഉ ബി അലൽ ബാബ്, ഞാൻ മരിച്ചു നിസ്കാരം കഴിഞ്ഞാൽ എന്നെ വാതിൽക്കൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഇവിടെയുണ്ട് എന്ന്. തുറക്കാൻ വേണ്ടി അനുവാദം കിട്ടിയാൽ എന്നെ അങ്ങോട്ട് വെക്കണം, അല്ലെങ്കിലോ ജന്നത്തുൽ ബഖീയിലേക്ക് മടക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹം പോലെ നടന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പോയി വാതിലിൻ്റെ എർത്തി വെച്ചിട്ട് പറഞ്ഞു, ഹാദാ അബൂബക്കർ സിദ്ദീഖ് ഖദ് ഇഷ്തഹാ അൻ യുദ്ഫന ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ ചാരത്ത് മറവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു നബിയേ. ഫഫതഹൽ ബാബാ, വാതിലങ്ങ് തുറന്നു. വലാ നദിരി മൻ ഫതഹ ലനാ, ഞങ്ങൾക്ക് തുറന്നു തന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അറിയുമോ തുറന്നതാരാണെന്ന്? തുറന്നത് മഹബ്ബത്താണ്. അതേ കവാടം തന്നെയല്ലേ ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിനും തുറന്നു കൊടുത്തത്. ഉമർ ഖാലി റഹ്മഹുല്ലക്കും മഹബ്ബത്ത് കൊണ്ടല്ലേ ആ ഭദ്രമാക്കി പൂട്ടിയ താക്കോൽ മുഴുവനും തകർന്നു പോയിട്ട് കതക് തുറന്നു കിട്ടിയത്. യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദമു മിൻ ഖൈനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. 10,000 ആളുകളെ സാക്ഷി നിർത്തിയിട്ടാണ് സ്വല്ലല്ലാഹു ബൈത്ത് ചൊല്ലുന്നത്. മദ്ഹങ്ങോട്ടും മഹബ്ബത്ത് നിറഞ്ഞൊഴുകിയിട്ട് മദ്ഹങ്ങ് പാടിയപ്പോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഈ ചൊല്ലിയ ബൈത്തുകൾ എത്തിയപ്പോൾ കവാടം മലർക്കെ തുറക്കപ്പെട്ടു പോയി. സ്വീകാര്യത ലഭിച്ചു. മഹബ്ബത്തിന് തിരിച്ചു കിട്ടുന്ന മഹബ്ബത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനെ, ആരാ തുറന്നു തന്നത്? ഭദ്രമായി അടച്ച കതകാരാ തുറന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് ഉള്ളിൽ നിന്ന് പറയുന്നു, അദ്ഖിലൂ, നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കൂ. അദ്ഫിനൂ കറാമാ, വലിയ ബഹുമാനത്തോടെ മറവ് ചെയ്യൂ. വലാ നറാ ശഖ്സൻ, ഒരു വ്യക്തിയെയും ഞങ്ങൾ കാണുന്നില്ല. വലാ ശൈഅൻ, ഒന്നിനെയും കാണുന്നില്ല. അതേ ബഹുമാനം തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും കിട്ടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്മതപ്രകാരം, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ ആ മഹബ്ബത്തിൻ്റെ സമ്മാനം തിരിച്ചു കിട്ടും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കിട്ടിയില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ഇമാം ബുസീരി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, വലൻ തറാ മിൻ വലി ഇൻ ഗൈറി മുൻതസിരി ബിഹി വലാ മിൻ അദുവിൻ ഗൈറ മുൻഖസിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ദർസ് പഠിച്ചു. എത്ര കൊല്ലമാണ് പഠിച്ചു? 18ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്നുള്ള പഠനമൊക്കെ കഴിഞ്ഞ് ബഗ്ദാദിലേക്ക് പോയി. 50 വയസ്സ് വരെ
നീണ്ട 33 വർഷം ഇൽമങ്ങ് പഠിച്ചു. തിരിച്ച് ബഗ്ദാദിന്റെ പല പ്രദേശങ്ങളും ചുറ്റിക്കറങ്ങി നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എങ്ങനെ പ്രബോധനം ചെയ്യാനാണ്. പഠിക്കുന്ന ഓരോ സുന്നത്തും അന്ന് തന്നെ ജീവിതത്തിൽ ശീലമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ സുന്നത്തും മാറ്റിയിട്ടില്ല. ആ നിലക്ക് ഹുബ്ബ് വെച്ചു. അതുകൊണ്ടാണ് ഉസ്താദായ ഹമ്മാദ് റളിയല്ലാഹുവിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് കൊണ്ട് ജയിച്ചുപോയി. ടൈഗ്രീസ് നദിക്ക് മുകളിലുള്ള പാലത്തിലൂടെ വെള്ളിയാഴ്ച നല്ല തണുപ്പുള്ള കാലത്ത് ഷെയ്ഖ് ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹുവിന്റെ കൂടെ ഷെയ്ഖ് ജീലാനി തങ്ങൾ മറ്റൊക്കെ നടന്നു പോകുമ്പോൾ ഉസ്താദ് ഒന്നിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനെ എങ്ങനെ പൊക്കിയിട്ട് താഴെയുള്ള നദിയിലേക്ക് അങ്ങിട്ടു. അപ്പൊ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ കരുതി ഇനി ഏതായാലും ദർസിലേക്ക് വരില്ല, പോയിക്കോളും. പക്ഷെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന് അപ്പോഴും മഹബത്തിലാ. തായോട്ട് പോകുന്ന സമയത്ത് അവരൊക്കെ കേൾക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു ഗുസ്ലൽ ജുമുഅ. കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരു മഹബത്താണ്. ഉസ്താദ് സുബൈക്ക് ശേഷം വെള്ളത്തിലേക്ക് നദിയിലേക്ക് ഇങ്ങനെ പിടിച്ചിടുന്ന സമയത്ത് മുണ്ടും മാറ്റി വന്നതല്ല. നല്ല തലയെക്കെട്ടും തൊപ്പിയും ഇങ്ങനെ ധരിച്ചിട്ടുള്ള ശരീരമല്ലേ. ഉസ്താദ് അങ്ങ് പിടിച്ച് തായോട്ടുന്ന സമയത്ത് ഉസ്താദിനോട് വെറുപ്പുണ്ടോ? ഇല്ല. മഹാനവറുകൾ ഒറ്റ ചൊല്ലൽ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു ഗുസ്ലൽ ജുമുഅ. വെള്ളിയാഴ്ച കുളിക്കണല്ലോ, ഫജ്ർ തന്നെ കുളിക്കലല്ലേ ഉത്തമം. ഞാനങ്ങ് കുളിച്ചു, നിയ്യത്താക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കഫ് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ മേലോട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇൽമി എഴുതി വെച്ച കുറച്ച് കടലാസുകൾ കയ്യിലുണ്ടത് നനയരുത് എന്ന് കരുതിയിട്ടാണ്. കുളി പൂർണ്ണമാകണമെങ്കിൽ ശരീരം മുഴുവനും വെള്ളം നനയണം, വെള്ളം ഒലിപ്പിക്കണം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വലത്തെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് അത് ഉണങ്ങിയപ്പോൾ കടലാസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ കയ്യും മുക്കി. അങ്ങനെ കുളി പൂർണ്ണമായ ശേഷം മഹാനവറുകൾ പള്ളിയിലേക്ക് വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ ഹുബ്ബ് കൊണ്ട് എല്ലാ തലങ്ങളിലും ജയിക്കുകയാണ്. സുന്നത്തിനോടുള്ള വലിയ സൗന്ദര്യം കൊണ്ട് ജയിക്കുകയാണ്. 33 കൊല്ലം ഇൽമങ്ങ് പഠിച്ചിട്ട് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന വലിയൊരു വിഷമം മനസ്സിൽ വന്നപ്പോ നേരെ മുന്നിൽ വരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു ഷെയ്ഖ് ജീലാനി തങ്ങളോട്, പേരക്കുട്ടിയോട് പറയുന്നു, മനാമിലല്ല യഖ്ലത്തൻ, ഉണർവിലാണ്. ഇന്ന് ളുഹ്റിന് ശേഷം ഈ ഷൗനിസിയ പള്ളി ജനനിമിടമാകും. നിങ്ങൾ വാ തുറക്കൂ, ഒന്നും പേടിക്കേണ്ടതില്ല, വാള് പറഞ്ഞു കൊടുക്കണം. വാ തുറക്കാൻ പറഞ്ഞു. ഫതഫല ഫീഹി 7 മറാത്ത്, 7 പ്രാവശ്യം ഉമിനീരങ്ങ് പകർന്നു കൊടുത്തു. ഈ മാധ്യമങ്ങളോ ഉപകരണങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഷെയ്ഖ് ജീലാനി തങ്ങളെ ചെറിയ സദസ്സ് 10,000 ആളുകളാണ്. വലിയ സദസ്സിൽ 70,000. നമ്മളാ പറയുന്ന 900 കണക്കല്ല, കറക്റ്റ് കണക്കാണ്. അത്രയും ആളുകളിലേക്ക് വീശാനുള്ള ശബ്ദ സൗന്ദര്യം എവിടുന്നാ കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാണ്. അതല്ലേ മുഹിദ്ദീൻ മാലയിൽ നമ്മളൊക്കെ പാടുന്നത്, നമ്മളൊക്കെ പറയാറുള്ളത്, വേദം വിളങ്ങി ഫറവാൻ മടിച്ചാരെ വേദാംബറവർ വായിൽ തുപ്പി കൊടുത്തോവർ. മുഴുവൻ കിതാബുകളും ഓതി ഹിഫ്ലാക്കി. അത് പറയാനുള്ള ഖൗഫ് വന്നപ്പോ സഹായത്തിനെത്തുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നീണ്ട 40 കൊല്ലത്തെ വഅലാണ്. ഒരൊറ്റ വഅൽ കഴിയുമ്പോഴേക്ക് 10,000 ആളുകൾ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. 10,000 ആളുകൾ വന്ന് തൗബ ചെയ്യുകയാണ്. 2 or 3 ജനാസ സദസ്സിൽ നിന്നെടുക്കുകയാണ്. വഅൽ കേട്ടിട്ട് തൗബയിലായി മരിച്ചവരാണ്. അതുകൊണ്ട് ഞാനൊരു സൂചനക്ക് പറഞ്ഞതാണ്, കൊടുത്താൽ നഷ്ടമാകാത്ത രൂപത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സ്നേഹമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന്റെ അടയാളങ്ങളിൽ വലിയ അടയാളമാണ് അവിടുത്തെ പ്രകീർത്തനത്തിന്റെ സദസ്സ്. വേറെയും അടയാളങ്ങൾ ധാരാളമുണ്ടൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.